നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തൃക്കാക്കര മണ്ഡലത്തിലാണ്. തൃക്കാക്കര മണ്ഡലത്തിന് ഏറെ പ്രത്യേകതയുണ്ട് അനുജ. അത് കേരളത്തിലെ തന്നെ IT ഹബ്ബായ കാക്കനാട് ഈ തൃക്കാക്കര മണ്ഡലത്തിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രങ്ങൾ, അതായത് സ്മാർട്ട് സിറ്റി, ഒപ്പം തന്നെ ഇൻഫോ പാർക്ക്, ഇൻഫ്ര എല്ലാം ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണിത്. ഒപ്പം തന്നെ മിക്സഡ് കൾച്ചർ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ്. സംസ്ഥാനത്തിലെ ഏക വാമന ക്ഷേത്രമുള്ള സ്ഥലമാണ്. ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ വികസനം ഒപ്പം തന്നെ മറ്റ് പൈതൃകവും എല്ലാം ഒത്തുചേർന്ന ഒരു നഗരവൽകൃത സ്വഭാവമുള്ള ഇടമാണ് തൃക്കാക്കര. നമ്മൾക്കൊപ്പമുള്ളത് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA ശ്രീമതി ഉമാ തോമസ് ആണ്. നമുക്ക് സംസാരിക്കാം എങ്ങനെയാണ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ എന്നൊക്കെയുള്ളത്. ഊർജിതമാണ് അല്ലേ? നല്ല ശക്തമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണയിട്ട യന്ത്രം പോലെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് ടീം UDF ആയിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ശുഭാപ്തി വിശ്വാസമാണ്. തീർച്ചയായിട്ടും ഒരു ഭരണമാറ്റം ഉണ്ടാവും. ആ ഭരണമാറ്റത്തിൽ തൃക്കാക്കര വലിയ സംഭാവന തന്നെ കൊടുക്കുക തന്നെ ചെയ്യും എന്നുള്ള ഉറപ്പുണ്ട്. ഈ കഴിഞ്ഞ തവണ മത്സരിക്കാൻ എത്തുമ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഒരു സ്ഥാനാർത്ഥിയാകേണ്ടി വരുന്നത്. PT-യുടെ വിയോഗം, അതിനൊക്കെ ശേഷം അപ്പൊ ഇപ്പൊ ഒരു പയറ്റിത്തെളിഞ്ഞ രാഷ്ട്രീയ പ്രവർത്തക എന്ന തരത്തിലേക്കാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് അല്ലേ? വാസ്തവത്തിൽ PT തോമസ് ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ആ രീതിയിൽ അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് തന്നെയാണ് ഞാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഈ ഇൻഫോ പാർക്ക് ഒക്കെ ഉള്ള ഇടം കൂടിയാണല്ലോ. അപ്പൊ ജെൻസികളെയൊക്കെ കാണുമ്പോൾ എന്താണ് അവരുടെയൊക്കെ ഒരു അഭിപ്രായം MLA ചോദിച്ചറിഞ്ഞോ? തീർച്ചയായിട്ടും ഞാൻ അവരുടെ പല പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അവർക്കൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെയുള്ള ഒരു പ്രവർത്തനമൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. മെട്രോ ആരംഭിച്ചിട്ട് എത്ര ദിവസമായി, അവരുടെ യാത്ര പോലും സുഗമമായിട്ട് നടത്താനായിട്ട് അവർക്ക് പറ്റുന്നില്ല. പ്രത്യേകിച്ച് അവർ സാധാരണക്കാരെ നിന്ന് വ്യത്യസ്തമായിട്ട് ഓഫ് ടൈമിലാണ് വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്നവർക്ക് സൗകര്യപ്രദമായ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. അതിനൊന്നും ഒരു കാര്യങ്ങൾ നടന്നിട്ടില്ല. ഏറ്റവും പ്രധാനമാണ് മെട്രോ. ഉമ്മൻചാണ്ടി സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഫേസിൽ 22 റോഡും 4 പാലങ്ങളുമാണ്. അതായത് ഔട്ടർ റീജിയനിലുള്ളവർക്ക് പോലും യാത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ളത് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കാഴ്ചപ്പാടോടു കൂടിയാണ് ചെയ്തത്. പക്ഷേ സെക്കൻഡ് ഫേസ് മെട്രോ വന്നപ്പോൾ ഒരു സിംഗിൾ റോഡ് പോലും ശരിയാക്കി തന്നിട്ടില്ല. പാരലൽ റോഡായിട്ടുള്ള നമ്മളുടെ തമ്മനം പുല്ലേപ്പടി, അതിൻ്റെ തുടർച്ചയായിട്ട് കാളച്ചാൽ വഴി ഇൻഫോ പാർക്കിൽ എത്തേണ്ട റോഡ് അത് ഇതുവരെ ആരംഭിക്കണത് ആലോചിച്ചിട്ട് പോലുമില്ല. ഇപ്പോൾ MLA ആയിട്ട് ഇനിയിപ്പോൾ തുടരുകയാണെങ്കിൽ ഏറ്റവും ആദ്യം പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്ത്? ഏറ്റവും വലുത് കുടിവെള്ളം തന്നെയാണ്. ഏറ്റവും ബേസിക്. എത്ര ആളുകളാണ് പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നതും അതുപോലെ വീടെടുത്ത് താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. അവർക്ക് കുടിവെള്ളം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തെറ്റ് തന്നെയാണ്. ഏറ്റവും പ്രധാനം കുടിവെള്ളം തന്നെയാണ്. ശരി, അപ്പൊ അതാണ്, അത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ് എന്നുള്ളതാണ്. തൃക്കാക്കര മണ്ഡലത്തിൽ ഇനിയും വികസനങ്ങൾ കൊണ്ടുവരാൻ ഇരിക്കുന്നു. അതോടൊപ്പം തന്നെ പൂർത്തീകരിക്കാത്ത പദ്ധതി ഇനിയും പൂർത്തീകരിക്കണമെങ്കിൽ താൻ തന്നെ അധികാരത്തിൽ വരണം എന്നുള്ള ആ ഒരു അഭിപ്രായമാണ് ഉമാ തോമസ് MLA ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.